മോദി സർക്കാരിന്റെ പ്രധാന അജണ്ടകളിലൊന്നാണ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം. പഞ്ചസാര, മൊളാസസ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള എത്തനോൾ ഉൽപ്പാദനത്തിനു പുറമെ രാജ്യത്തെ എത്തനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാനമായും കേടുവന്ന ധാന്യം, ചോളം, മിച്ചമുള്ള FCA അരി, കരിബ് എന്നിവയിൽ നിന്ന് എത്തനോൾ ഉത്പാദനം സർക്കാർ അനുവദിച്ചു. മോട്ടോർ ഇന്ധനങ്ങളുമായി എത്തനോൾ സംയോജിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രദ്ധ നേടിയിട്ടുണ്ട്. 2025-26 ഓടെ പെട്രോളിൽ 20% എത്തനോൾ കലർത്തുക എന്നതാണ് ലക്ഷ്യം. 2024 മെയ് മാസത്തിൽ ഇന്ത്യ 15.4% എന്ന മിശ്രിത അനുപാതം കൈവരിച്ചു. രാജ്യം ഇപ്പോൾ 20% ലക്ഷ്യം കൈവരിക്കുമെന്ന് തോന്നുന്നു. പ്രധാന എത്തനോൾ ഉത്പാദക കമ്പനികൾ നോക്കാം. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ ലിമിറ്റഡ് ഇന്ത്യയിലെ പ്രമുഖ പഞ്ചസാര, എത്തനോൾ നിർമ്മാണ കമ്പനിയാണ്. ബജാജ് ഗ്രൂപ്പിലെ ഒരു പ്രധാന സ്ഥാപനമാണ് ബജാജ് ഷുഗർ. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ആസ്ഥാനം. ഇതിന് പ്രതിദിനം 1,36,000 ടൺ കരിമ്പ് ചതയ്ക്കാനുള്ള ശേഷിയും 800 കിലോ ലിറ്റർ എത്തനോൾ വാറ്റിയെടുക്കൽ ശേഷി ഉൾപ്പെടെയുള്ള വ്യാവസായിക മദ്യവുമുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഫ്യൂവൽ എത്തനോൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനി കൂടിയാണ്. പ്രഡിക്ഷൻ. ശ്രീ രേണുക ഷുഗേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചസാര, ഗ്രീൻ എനർജി ഉത്പാദകരിൽ ഒരാളായ രേണുക ഒരു പ്രമുഖ പഞ്ചസാര നിർമ്മാതാവ് കൂടിയാണ്. 8 അത്യാധുനിക പഞ്ചസാര മില്ലുകൾ പ്രവർത്തിപ്പിക്കുന്നു. അവയിൽ പലതും എഥനോൾ, പവർകോ ജനറേഷൻ ശേഷി എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്നു. ശ്രീ രേണുക ഷുഗേഴ്സ് അടുത്തിടെ അതിന്റെ എത്തനോൾ ശേഷി പ്രതിദിനം 1250 കിലോ ലിറ്ററായി വർദ്ധിപ്പിച്ചു. കമ്പനിക്ക് കുറഞ്ഞ PE അനുപാതം സ്റ്റോക്കിന് നല്ല പ്രവേശന സമയം നൽകുന്നു. കുറഞ്ഞ പ്രൊമോട്ടർ വാഗ്ദാനവും പണമൊഴുക്ക് മെച്ചപ്പെട്ടതും കാരണം FPIകളിൽ നിന്നുള്ള താൽപര്യം ഈ ഓഹരിക്ക് വർദ്ധിച്ചു. പ്രഡിക്ഷൻ. ബൽറാംപൂർ ചിനി മിൽസ് ലിമിറ്റഡ്. ബൽറാംപൂർ ചിനി മിൽസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചസാര നിർമ്മാണ കമ്പനികളിലൊന്നാണ്. പവർ, എത്തനോൾ, ബയോഫ്യൂവൽ തുടങ്ങിയ താഴേത്തട്ടിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഗണ്യമായ ശക്തിയുണ്ട്. ബൽറാംപൂർ, ബബ്നാൻ, മംഗപൂർ, ഗുലാരിയ എന്നിവിടങ്ങളിലെ 4 ഡിസ്റ്റിലറികളിലൂടെയും മൈസാപൂർ യൂണിറ്റിലെ അടുത്തിടെ ചേർത്ത ഡിസ്റ്റിലറിയിലൂടെയും കമ്പനിക്ക് പ്രതിദിനം 1050 കിലോ ലിറ്റർ എത്തനോൾ ഉൽപാദന ശേഷിയുണ്ട്. പ്രഡിക്ഷൻ. ഡാൽമിയ ഭാരത് ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ്. ഡാൽമിയ ഭാരത് ഷുഗർ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ത്യ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയാണ്. ഇത് പ്രധാനമായും പഞ്ചസാരയുടെ നിർമ്മാണം, വൈദ്യുതി ഉൽപ്പാദനം, വ്യാവസായിക ആൽക്കഹോൾ നിർമ്മാണം, റഫ്രാക്ടറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രഡിക്ഷൻ. ത്രിവേണി എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെ നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പഞ്ചസാരയിലും എഞ്ചിനീയറിംഗിലും വൈവിധ്യമാർന്ന ബിസിനസ്സുകളുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ്. 1932-ലാണ് ഇത് സ്ഥാപിതമായത്. എഥനോൾ ഉത്പാദനം, പവർ കോ ജനറേഷൻ, പവർ ട്രാൻസ്മിഷൻ, വ്യാവസായിക ഗിയറുകൾ, ഗിയർബോക്സുകൾ, പ്രതിരോധം, ജലശുദ്ധീകരണ പരിഹാരങ്ങൾ, FMCG ബ്രാൻഡുകൾ എന്നിവയുൾപ്പെടെ പഞ്ചസാര, മദ്യം എന്നിവയിൽ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. കമ്പനി എഥനോൾ ഉൽപാദന ശേഷി നിലവിൽ പ്രതിദിനം 660 കിലോ ലിറ്ററിൽ നിന്ന് 1100 കിലോ ലിറ്ററായി വികസിപ്പിക്കുന്നു. പ്രഡിക്ഷൻ. മുൻനിര എത്തനോൾ സ്റ്റോക്കുകളുടെ പ്രകടന അവലോകനം. ഇന്ത്യയിലെ എത്തനോൾ വ്യവസായത്തിന്റെ പ്രാധാന്യം. 20% എത്തനോൾ മിശ്രിതം അടുത്ത വർഷം ആസന്നമായതിനാൽ 2024 എത്തനോൾ സ്റ്റോക്കുകൾക്ക് പ്രതീക്ഷ നൽകുന്ന വർഷമാണ്. എഥനോൾ പുനരുപയോഗിക്കാവുന്നതും സുസ്ഥിരവുമായ ജൈവ ഇന്ധനം പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധമായ ഒരു ബദൽ എന്ന നിലയിൽ പ്രാധാന്യം നേടുന്നു. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് വെട്ടിക്കുറയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന് ഏറ്റവും അനുയോജ്യം എത്തനോൾ ആണ്. ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ: കരിമ്പിന്റെ ഉത്പാദനം കുറയുന്നതാണ്. അത് കൂടുതൽ ഉൽപ്പാദനം പഞ്ചസാരയിലേക്ക് തിരിച്ചുവിടാൻ സർക്കാരിനെ പ്രേരിപ്പിക്കും. കൺക്ലൂഷൻ.
ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഡിമാൻഡും പുനരുപയോഗ ഊർജ്ജ മേഖലയുടെ ഉയർന്ന നിലവാരവും കാരണം എത്തനോൾ സ്റ്റോക്കുകൾ ഇന്ത്യയിൽ സവിശേഷമായ ഒരു അവസരം നൽകുന്നു. എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ഒരു നിക്ഷേപ അവസരം അവതരിപ്പിച്ചുകൊണ്ട് ബദൽ ഇന്ധനമായി എത്തനോൾ ഉപയോഗിക്കുന്നതിൽ സർക്കാർ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രോത്സാഹനവും എത്തനോൾ ഉപഭോഗത്തിലെ പൊതുവായ വർധനയും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ പഞ്ചസാര കമ്പനികൾക്ക് വരും വർഷങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. Thank you.